Hi dear friends, Rinus ഡയറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കിണ്ണത്തപ്പം തയ്യാറാക്കാം നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ഐക്കണൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം ആക്കി വെക്കാൻ. ആവശ്യമായ സാധനങ്ങൾ: നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, 1/4 കപ്പ് പഞ്ചസാര, 3 കോഴിമുട്ട, 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് പഴത്തിന് 2 കപ്പ് അരിപ്പൊടി, 3 ഏലക്ക, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ്, ഡെക്കറേഷന് നട്ട്സ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് തേങ്ങാപ്പാലാണ്. 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഴം നന്നായിട്ട് അരിഞ്ഞിട്ടില്ലേന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒറ്റ പാർട്ടായിട്ട് അടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2 പാർട്ടായിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 2 പാർട്ടായിട്ട് അടിച്ചത് നന്നായിട്ടൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് അടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ലൂസും അല്ല, എന്നാൽ നന്നായിട്ട് തിക്കും അല്ല. ആ ഒരു രീതിക്കാണ് അടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഇത് അപ്പം ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോവും. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. പിന്നെ ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരം തേങ്ങ നേരിട്ട് ചേർത്തിട്ടും അടിക്കുക. അപ്പോൾ ഈ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. അങ്ങനെ തടവി കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇറക്കി വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. 3-4 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഈ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം വരെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ പ്രയാസമാവും. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് മുകളിൽ നമ്മൾ എടുത്തു വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊരു 10 മിനിറ്റോളൊക്കെ സമയമെടുക്കും വെന്ത് വരാൻ. ഇങ്ങനെ ഓരോ അപ്പം തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഇല്ലേന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം നല്ല കറക്റ്റായിട്ട് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 3-4 കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വെറൈറ്റി വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം.